ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന പോലൊരു പ്ലാന്റ് അക്വേറിയം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ്. നമ്മുടെ വീട്ടിലൊരു അക്വേറിയം ഉണ്ട്, അപ്പം അതിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതെന്ന് പറയുന്നത് മണലാണ്, അക്വേറിയത്തിലിടുന്ന മണൽ. ഇതിപ്പോൾ നമ്മൾ കടയിൽ പോയി ഇതിന് പല പേരാണ് പറയുന്നത്, പക്ഷേ നമുക്ക് സിമ്പിളായിട്ട് അക്വേറിയത്തിലിടുന്ന മണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്ത് തരും. ഇതിപ്പോൾ ഈ കളർ മാത്രമല്ല, ഒരു ചുവപ്പും ഉണ്ട് കറുപ്പും ഉണ്ട്, പക്ഷെ നമ്മൾ ഈ കളറാണ് എടുത്തത്. ഇത് ശരിക്കും വാഷ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടാം, നമ്മൾ വാഷിംഗ് ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇടുകയാണ്. അപ്പോൾ ഇതിനിപ്പം ഒരു 100 രൂപയൊക്കെ ഉള്ളൂ ഒരു പാക്കറ്റിന്. അതുമില്ല, ഒരു പാക്കറ്റ് 50 രൂപയെ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് മേടിക്കാം. പിന്നെ നമ്മളതിനൊക്കെ സൈഡിലേക്ക് ആക്കാം, സെൻറ്ററിലുള്ളതിനൊക്കെ സൈഡിലേക്ക് ആക്കി നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ആക്കാം. കുറച്ച് മണൽ കൂടുതലുള്ള പോലെ തോന്നും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഒപ്പമാക്കാം. അതിനുശേഷം വെള്ളത്തിൽ ഇടാൻ പറ്റിയ ചെടി ഉണ്ടെങ്കിൽ അതൊന്ന് വെച്ച് കൊടുക്കുക. ആ മണലിൻ്റെ ഉള്ളിൽ തന്നെ അതിൻ്റെ വേര് പോകുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിൽക്കും. ഇതിപ്പോൾ ഇത് വേണമെന്നില്ല, മണി പ്ലാന്റ് ആണെങ്കിൽ മണി പ്ലാന്റും വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വയ്ക്കാം. ചെടിയിൽ വയ്ക്കാൻ പറ്റിയ ഏത് ചെടിയാണെങ്കിലും വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ കുറേ എങ്ങനെ ഡിസൈൻ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കാം. അപ്പോൾ നമ്മളതിൽ തൽക്കാലം വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നും കൂടി ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ കപ്പ കൊണ്ട് ഒഴിച്ചാൽ മണലൊക്കെ ഇളകും. അപ്പോൾ ഒരു ട്യൂബ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് പിന്നെ വായ കൊണ്ട് വലിക്കുക, അപ്പോൾ അത് വരും. ഇത് ചെറുപ്പത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എല്ലാവർക്കും അറിയും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. സ്വന്തം വെള്ളം ഒറ്റുന്നുണ്ട്. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെ മണലിലേക്കാണ് വീണ്. ഇപ്പോൾ ഇവിടെ കുഴിയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെടുത്തിട്ട് നമ്മൾ ആ തണ്ടിലേക്കോ ഇലയിലേക്കോ ആക്കി വയ്ക്കുക. അപ്പോൾ അതങ്ങനെ ഒഴുകിക്കോളും. ഉണ്ടോ, അങ്ങനെ വെച്ചാൽ മതി. ഇപ്പോൾ വെള്ളം നിറയട്ടെ, കുറച്ച് ടൈം എടുക്കും അത് നിറയാനായിട്ട്. ചെറിയ ഹോളാണ്, അപ്പം അങ്ങനെ വരുള്ളൂ. അപ്പോൾ അത്യാവശ്യം വെള്ളം ഫില്ലായിട്ടുണ്ട്. ഒരു ഭംഗിയൊക്കെ വന്നു ഇപ്പോൾ വെള്ളമായപ്പം. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ ആ മണലിൻ്റെ ചെറിയ പൊടികൾ പാറി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഒരു ഗ്ലാസും കൊണ്ട് ജസ്റ്റ് എടുക്കുക. അത് താഴ്ന്നു പോയില്ല, അപ്പോൾ നമുക്കതിൽ വെച്ചിട്ട് കാര്യമില്ല. ജസ്റ്റ് നമുക്കതിൽ മീനിടാം. ഇതാണ് നമ്മുടെ ബിഗ് ഇയർ ഗപ്പി, എലിഫൻ്റ് ഇയർ ഗപ്പി എന്നൊക്കെ പറയുന്ന ഗപ്പീനെ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അതിൽ നമുക്കൊരു 3 ഗപ്പി ഉണ്ട്. അപ്പോൾ സംഭവം അത് പിടി തരില്ല, പെട്ടെന്ന് കിട്ടി. 3 പേരുണ്ട്, അപ്പോൾ 3 ആളെ അതിലിടാന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, 2 ആളെ കിട്ടിയിട്ടുണ്ട്. നമുക്കിവരെ അതിലിടാം. അവരതിലിടുമ്പോൾ അവരൊരു ഇത് കാണാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 പേരെ അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഹാപ്പി ഉണ്ടല്ലേ കേട്ടോ. ഒരു കുറച്ച് സ്പേസ് കിട്ടി, ഇലയൊക്കെ ആയപ്പോൾ അതൊരു പ്രത്യേക ഭംഗി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവരെ അത് വയ്ക്കാം, നമ്മുടെ പ്ലേസിലേക്ക് വയ്ക്കാം. അപ്പോൾ എടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം എടുക്കാൻ, അക്വേറിയമാണ്. ഒരുപാട് പ്രസ്സായി കഴിഞ്ഞാൽ ഡാമേജ് വരും.
ഓക്കെ, അപ്പോൾ നമ്മൾ ടി വി സ്റ്റാൻഡിൻ്റെ അവിടെ വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഹാപ്പിയാണ്. ഇതാണ് നമ്മുടെ ഒരു വ്യൂ അതിൻ്റെ അക്വേറിയം. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യം തന്നെ ഉള്ളൂ. നമ്മുടെ രീതിക്കനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയതാണ്. വലിയ കുഴപ്പമില്ല, അത്യാവശ്യം കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഓക്കെ.